സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഈ കഥ 3 ഉറ്റ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ നടന്ന സംഭവ വികാസങ്ങളും അവയ്ക്കിടയിൽ ഒരു കൊടും കുരുക്കായി വന്ന അവരുടെ മുൻകാല സുഹൃത്തിൻ്റെ പ്രതികാര രൂപവുമാണ് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഇതൊരു സാങ്കല്പിക കഥയാണ്. ആദ്യമായി ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം. അവയെല്ലാം ക്ഷമിച്ചുകൊണ്ട് ഏവരും ഈ ഒരു ഷോർട്ട് ഫിലിം സന്മനസ്സോടുകൂടി ആസ്വദിച്ച് കാണുവാനായി അഭ്യർത്ഥിക്കുന്നു. ലഹരി എന്നും ഒരു ആപത്താണ്. ലഹരിയെ നീക്കം ചെയ്യണം എന്ന സന്ദേശത്തോടുകൂടി ഇതാ ഞങ്ങളുടെ കനൽ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഇന്നലെ തന്നെ കടത്തി. ഇനി വീട്ടിൽ കുറച്ച് സാധനങ്ങളുണ്ട്. നിങ്ങൾ പെട്ടെന്നൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചോളൂ. ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്. നാളത്തോടെ കടത്താം. അപ്പൊ അങ്ങനെ കേട്ടോ. ഓക്കെ. എന്താ ഞാൻ ട്യൂഷൻ പോയിട്ട് എനിക്ക് ജംഗ്ഷൻ വരെ ഒന്ന് പോവാനുണ്ട്. ഞാനും വരാം. എന്തിനാ ടീച്ചർ വരാൻ പറഞ്ഞത്? അറിയില്ല, ടീച്ചർ വരാൻ പറഞ്ഞു. എക്സാംസ് ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്താ ചൂടല്ലേ? ഞങ്ങളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണത്? അറിയില്ല, എന്താണെന്ന് അറിയില്ല. ശരി, സൂക്ഷിച്ചു പോയി. ശരി. ഓക്കെ. ഹലോ, ആളിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെയാണ്. ശരി. നീ ടെൻഷൻ ആയിരിക്കണേ. എന്റെ വിദ്യ എവിടാ? വിദ്യ ട്യൂഷനിൽ നിന്ന് ഇത്ര നേരമായിട്ട് വന്നിട്ടേ ഇല്ല. എന്താ അത്?
സുഖല്ലേ? പോവാടാ. ലീവാ. എന്തിനോ ടെൻഷൻ വിദ്യ എവിടെ? എവിടെ വിദ്യ എത്ര മണിക്ക് ട്യൂഷൻ പോയത്? 7:10 ട്യൂഷൻ ടീച്ചറിനെ വിളിച്ച് അന്വേഷിച്ചു. എന്ത് പറഞ്ഞു? അപ്പോൾ ടീച്ചറിന് സ്കോളർഷിപ്പിന്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കണം പറഞ്ഞു. പിന്നെ ടീച്ചർ ഈ വിളിച്ച നമ്പറിൽ നീ വിളിക്കണ്ട പറഞ്ഞു. ശരി വാ, നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് വരാം. അന്വേഷിച്ച് നോക്കി. കുഴപ്പമില്ല, ഒരു ലക്ഷം കൂടെ അന്വേഷിക്കാം. വാ. ഇതിന്റെ ട്യൂഷൻ സെന്റർ എവിടെയാണ്? നീ ഇത്ര കെയർലെസ് ആയി ഇരിക്കാൻ പാടില്ലേ? ട്യൂഷൻ സെന്റർ ഇവിടെ തന്നെയല്ലോ, എനിക്ക് കൊണ്ടു വിടാലോ. ഞാൻ എന്റെ പേര് നോക്കാൻ വേണ്ടി വിചാരിച്ചു. എന്താടാ? വിദ്യന്റെ വഴിയാണിത്. ഞാൻ മേടിച്ചു കൊടുത്താണ്. വിദ്യ ട്യൂഷൻ പോണ വഴി ഇതല്ലേ? പോകാൻ ചാൻസ് കൂടുതൽ. എന്തായാലും വിദ്യ ഇവിടെ നിന്നാണ് മിസ്സായിരിക്കുന്നത്, അത് ഉറപ്പിക്കാം. അന്വേഷിച്ച് നോക്കിയാലോ? അന്വേഷിച്ച് നോക്കാം. നീ പഠിച്ചിട്ടുണ്ടല്ലോ കണ്ടോ? ഈ കുട്ടനെ പഠിച്ചു തുടങ്ങി വന്നിട്ടുണ്ടോ? ഞാൻ എന്തായി ചെയ്തു കൂട്ടുന്നേ? അവളെന്റെ പ്രിയപ്പെട്ട സുഹൃത്തല്ലേ? ഞാനിത് എങ്ങനെ അവളോട് ചെയ്തു? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, അത് ശരിയല്ല. ഇതിൽ നിന്ന് അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എങ്ങനെ? എന്തായാലും ശരി, എന്റെ ജീവൻ പോയാലും ശരി, എനിക്ക് അവളെ രക്ഷപ്പെടുത്തണം. ഇതിന് എങ്ങനെയെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. വിദ്യനെ എവിടെ അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്യാ?
ഹലോ, ആരാണ്? ഹലോ ഹലോ, ഇത് എനിക്ക് അക്ഷയ പറഞ്ഞ ആരെങ്കിലും അറിയോ? ഇല്ലല്ലോ. അക്ഷയ കൊണ്ട് ആരെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞ? വിദ്യനെ കുറിച്ച് എന്താ അറിയാമോ? ഇതാ അപ്പൊ പുള്ളി ഒരു അമ്പലത്തിൽ വരാൻ പോകുന്നു വൈകുന്നേരം. നമുക്കൊന്ന് പോയി നോക്കാം. വിദ്യനെ കുറിച്ച് ഈ സമയത്ത് അറിയാമോ? ഹലോ ഹലോ, നീ എവിടെ എത്തി? ആ, ഓക്കെ ഓക്കെ, ഇവിടെ തന്നെ. ശരി 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 ശരി. ഏട്ടാ, ഞാനായിരുന്നു വിളിച്ചത്. എന്താ കാണണം പറഞ്ഞത്? ഏട്ടാ, ഡ്രഗിന് അഡിക്റ്റ് ആയിരുന്നു. ഡ്രഗ് മാഫിയ എന്നെ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. ഡ്രഗ് മാഫിയ? അതേട്ടാ, ഡ്രഗ് മാഫിയ. ഡ്രഗ് മാഫിയക്ക് നിങ്ങളുടെ അനീതി അല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് ഇരയാക്കേണ്ട വന്നു. വിദ്യ ഇപ്പൊ എവിടെയാന്ന് പറയാൻ പറ്റുമോ? അത് എനിക്ക് പറയാൻ പറ്റില്ല. അത് എനിക്ക് എന്റെ ജീവൻ തന്നെ അത് ആപത്താണ്. നമുക്ക് എന്തായാലും വിദ്യനെ രക്ഷിക്കണം. ഫെയ്ത്ത്, ഹോപ്പ്, ലവ്, ഇത് മൂന്നും ഉണ്ടെങ്കിലേ നമുക്ക് വിദ്യനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. എന്താ കാര്യം? നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്താണ്? നീ ഡ്രഗ് മാഫിയനെ സപ്പോർട്ട് ചെയ്യണം. എന്തിന്? എന്താ പറയുക? നമുക്ക് വിദ്യയിലെ ആവശ്യം. സിദ്ധു പറയുന്നത് ശരിയല്ലേ? നമുക്ക് വിദ്യയില്ല ആവശ്യം. ഏട്ടാ, എന്തിനാണത്? നമുക്ക് വിദ്യയില്ല ആവശ്യം. എനിക്ക് വിദ്യനെ മാത്രം രക്ഷിച്ചാൽ പോരാ, വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. എന്താ ചേട്ടാ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് വിദ്യനെ മാത്രം രക്ഷിച്ചാൽ പോരാ, അക്ഷയെ രക്ഷിക്കണം. കാരണം വിദ്യന്റെ ഫ്രണ്ടാണ് അക്ഷയ. അത് മാത്രമല്ല, ഡ്രഗ്സിൽ നിന്ന് മാറുന്ന ഒരു മനസ്സ് അക്ഷയ്ക്കുണ്ട്. അക്ഷയെ രക്ഷിക്കണം. ശരി, നമ്മുടെ പ്ലാൻ എന്താ? ഡ്രഗ്സ് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും അക്ഷയാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിദ്യനെ രക്ഷിക്കണമെങ്കിൽ ആദ്യം അക്ഷയെ രക്ഷിക്കണം. ഈ ദൗത്യത്തിന് കുറച്ച് റിസ്ക് കൂടുതലാണ്. നിങ്ങളെ തന്നെ കട്ടച്ച് കൂടെ ഉണ്ടാവും. റെഡി? റെഡി. ഹലോ ഏട്ടാ, നമ്മൾ സംസാരിച്ചത് അവർ അറിഞ്ഞു എന്നാ തോന്നുന്നത്. അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സംസാരം. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? ശരി, നീ കൂടെ ഞാൻ വിളിക്കാം. വിദ്യ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ല, നിനക്കില്ല ഉറപ്പ്? എനിക്ക് ഉറപ്പൊക്കെ ഉണ്ട്, പക്ഷെ വിശക്കണടാ. വിശക്കണല്ലേ? എനിക്ക് വിശക്കണം. അക്ഷയ വിളിച്ചിട്ടുണ്ടേ. നമുക്ക് ഇൻഫർമേഷൻ തന്ന കാര്യം അവരങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അക്ഷയ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊരു ഫ്രണ്ടിനെ അറിയാം. എനിക്കൊരു പ്ലാൻ ഉണ്ട്. എന്താ പ്ലാൻ? തൽക്കാലം എന്റെ ഫ്രണ്ടിനെ അക്ഷയനെ വാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പറയാം. പിന്നെന്താ, എന്തിനാ എന്നെ കാണണം പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ വിദ്യനെ കുറിച്ച്. വിദ്യ കാണാണ്ടായടാ. ഞങ്ങൾ വിദ്യക്ക് കുറച്ച് ഞങ്ങൾ പ്ലാൻസ് ഒക്കെ ഇട്ടു. പക്ഷെ ആ ഗാങ് അത് കണ്ടുപിടിച്ചടാ. നീ എന്ത് ചെയ്യും? നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. അക്ഷയനെ ഫോളോ ചെയ്താ പിന്നീട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? ഇല്ല, നീ ഒന്നും പേടിക്കണ്ട. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾ നോക്കാം. ശരി, എനിക്ക് പറ്റാവുന്നത്ര ഹെൽപ്പ് ഞാൻ ചെയ്യാം. നീ സമാധാനത്തിൽ എനിക്ക്. അപ്പൊ ശരിയടാ. ശരി ശരി.
ഹലോ സർ, അക്ഷയെ ഫോളോ ചെയ്യുന്ന പ്ലാൻ നമ്മൾ വിചാരിച്ച വഴി തന്നെ പോകുന്നുണ്ട്. ഞാൻ എന്താ അവൻ പറഞ്ഞ പോലെ നീ അക്ഷയനെ ഫോളോ ചെയ്യും. ഇനി കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും എനിക്ക് നീ ഓൺ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ സർ. അക്ഷയ അവിടെ എത്താറായി? റീച്ച് ആവാറായി. റെഡിയല്ലേ? ഹലോ. അവളെ തീർത്തേക്ക്. വിധി 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 വിധി. സാർ, നമ്മൾ വിചാരിച്ച പോലെ രണ്ടുപേരും നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഗുഡ് വർക്ക് സച്ചിൻ. ഹെറോയിൻ അവളുടെ ദേഹത്ത് കുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് രണ്ടുപേരെയും നമ്മുടെ ഗോഡൗണിലേക്ക് മാറ്റ്. ഓക്കെ സാർ. അല്ല, അവൻ അക്ഷയൻ അറിയില്ലല്ലോ, പിന്നെങ്ങനെ അവൻ വാച്ച് ചെയ്യും? അക്ഷയനെ ഫോളോ ചെയ്താൽ പിന്നീട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? The number you dialed is not in service. എന്തിനാ? എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ സച്ചിനെ കണ്ടു. സച്ചിൻ നീ കണ്ട? നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അക്ഷയ ഞാൻ ഫോളോ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏട്ടാ, ഒരു പ്രശ്നമുണ്ട്. സച്ചിൻ അക്ഷയനെ അറിയേയില്ല, പിന്നെ എങ്ങനെ അവൻ അക്ഷയനെ ഫോളോ ചെയ്യും? അപ്പോ അവൻ ചോദിച്ചില്ലേ അക്ഷയ ആരെന്ന്? അവനൊന്നും ചോദിച്ചില്ല, ഞാനാണ് അക്ഷയനെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തത്. എന്തായാലും ഇന്ന് ഞാൻ അവനെ കാണാൻ പോകുന്നു. എല്ലാത്തിനും ഞാൻ ഒരു വഴി ഉണ്ടാക്കും. എന്താ നീ സേഫ് ആയി പോ, സൂക്ഷിച്ചു പോട്ടാ. ശരി. നീ അക്ഷയനെ വാച്ച് ചെയ്യണം പറഞ്ഞില്ലേ? അത് നിനക്ക് അക്ഷയനെ അറിയോ? അറിയാടോ. അപ്പൊ അക്ഷയൻ നിനക്ക് അവിടെ നിന്ന് അറിയാലോ.
ഹലോ, ഞാൻ അവിടെ അടിച്ചിട്ടുണ്ട്. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. നിങ്ങൾ പെട്ടെന്ന് വരും. സച്ചിൻ, വിദ്യ, അക്ഷയ രണ്ടുപേരെയും മറച്ചു വെച്ചിട്ട് അവരുടെ കണ്ണിൽ പെടാതെ നീ തിരിച്ചു പോകാൻ നോക്കും. ലൊക്കേഷൻ ലെഫ്റ്റാ കാണിക്കുന്നത്. അവനല്ലേ? നീ ചതിക്കുകയായിരുന്നല്ലേ? നീ പറയില്ലടേ. നടക്കണ ഇതല്ലേ നീ പറഞ്ഞ സ്ഥലം? ഇതിലെ സ്ഥലം ഇത് നോക്ക്.
ജഗ 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 എന്താ സംഭവിച്ചത്? അവൻ എന്നോട് അടിച്ചിട്ട് പോയടാ. അക്ഷയും വിദ്യ എവിടെ പോ? എനിക്കറിയില്ല. സിദ്ധു എന്നാ ജഗ ജഗ നീ ഓക്കെ അല്ലേ? സിദ്ധു വിദ്യാക്ഷയുടെ നീ ഇതെന്താ പറയുന്നത്? വാ നമുക്കൊന്ന് നോക്കാം. വിദ്യേ അക്ഷയ് വിദ്യേ അക്ഷയ് വിദ്യേ ഈ പറഞ്ഞോട് ആരുമില്ല. അവൻ ഇവിടെ കിട്ടിയിരുന്നു. ഇനിയിപ്പോ നമ്മളെ ശരിയാ. ചിലപ്പോ അവൻ മറ്റേ ഇവിടെ സ്ഥലമായിട്ടാ. ജോസഫ്, അവന്റെ മുഴുവൻ പേരെന്താണ്? ജോസഫ് ഫ്രൈസ് ആൻഡ് റോൾസ്. അല്ലാട്ടാ, ഇനി ഞാൻ വിളിക്കുന്നു വെച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് പുറത്തിറങ്ങിയതാ. ശരി വാ, ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയോ, എന്റെ അച്ഛൻ അത്രയ്ക്ക് കുറ്റക്കാരനൊന്നുമല്ല. പണ്ട് 3 വർഷം മുമ്പ് ഞാന് വിശ്വ ജോസഫ് ഫ്രണ്ട്സ് ആയിരുന്നു. അന്ന് ജോസഫിന്റെ അച്ഛൻ മരിച്ച ദിവസം ഒരു വലിയ പ്രശ്നവും ഉണ്ടായത്. സത്യം പറഞ്ഞാൽ അന്ന് എന്താ സംഭവിച്ചത്? ജോസഫിന്റെ ഏട്ടനും ഞാനും തമ്മിൽ പ്രശ്നം ഉണ്ടായി. അത് ശരി തന്നെയാണ്. അവൻ അനാവശ്യം പറഞ്ഞു, ഞാൻ റിയാക്ട് ചെയ്തു. അത്രയേ ഉള്ളൂ പ്രശ്നം, വേറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അയാൾ എങ്ങനെ മരിച്ചത്? അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ എന്തായാലും ജോസഫ് നമ്മളോടാണ് നല്ല ദേഷ്യമുള്ളത്. എന്താണെന്ന് വെച്ചാ നമ്മളാണ് ചെയ്തെന്നാണ് അവന്റെ വിചാരം. ഇതിന് എന്തൊരു സൊല്യൂഷൻ? ഒന്നില്ലെങ്കിൽ ഞാൻ പോയി സംസാരിച്ച് നോക്കാം. ഇപ്പൊ നീ പോണ്ട, 2 ദിവസം കണ്ട് പോയാൽ മതി. ഇപ്പൊ ടൈം കൂടുതലും നമുക്കപ്പൊ ഡേഞ്ചറസ്. ഇപ്പൊ നമ്മൾ ഒന്നും റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അവൻ നമ്മളെ നോക്കി റിയാക്ട് ചെയ്യും. നല്ല റിവെഞ്ച് കൂടിക്കൊണ്ട് ഇരിക്കാൻ നല്ല
ചാൻസസ് ഉണ്ട്. ഇപ്പൊ പോയി സംസാരിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവന്റെ ഏട്ടനാ മരിച്ചിരിക്കുന്നത്. ആ വിഷമവും ദേഷ്യം ഉണ്ടാവും നമ്മുടെ അടുത്ത്. നമ്മളല്ല കൊന്നു വിചാരിക്കുന്നത് അവര്. മനസ്സിലായോ? നമ്മ എന്താ ചെയ്യാ? പോയി സംസാരിച്ച് നോക്കാം. നമ്മ ഇവിടെ ഇരുന്നിട്ട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. മൂന്നുപേർക്കൂടി പോയി നോക്കാം. ഞാനും വരട്ടെ കൂടെ. നീ ഇവിടെ ഇരിക്കും, ഇതേണിപ്പോ വരും. ജോസഫേ, ജോസഫ്, ജോസഫ്, ഇതാണ് നിങ്ങളിപ്പോ എന്തിനാണ് പഠിച്ചു വന്നത്? നിങ്ങൾക്ക് ഇവിടെ കണ്ട ഒരു കാര്യമില്ല. ഇറങ്ങി പോടാ. ഞങ്ങൾ ആരും അല്ല കാരണം നിന്റെ ഏട്ടന്റെ മരണത്തിന്. മനസ്സിലായാ? നീ ആരും അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അവിടെ ചൂടാവ്. മനു മരിച്ചത് എന്റെ ഏട്ടന്. അവനെ കൊന്നതാരാണെന്ന് എനിക്കറിയാം. ഞാൻ അവന് പണിയും, ഉറപ്പായും പണിയും. നിന്റെ ഏട്ടൻ ഞാനല്ലേ പറഞ്ഞത്. നിനക്ക് എത്ര കാര്യം പറയണം? അതാ ഞങ്ങളൊന്ന് പറയുന്നത് കേൾക്കാ. നീലേ നല്ല ഡ്രഗ് അഡിക്റ്റ് ആണ്. ഞങ്ങൾ സഹായിക്കാം നിനക്ക്. നീ വാ. നിന്റെ ഏട്ടന് ഞാൻ ഒരു പ്രശ്നം ഉണ്ടായത് ശരി തന്നെയാണ്. പക്ഷെ നിന്റെ ഏട്ടന് എന്റെ ഏട്ടനെ പോലെ പ്രശ്നം ഉണ്ടായ ഒറ്റ കാരണം കൊണ്ട് മാത്രം. അതൊന്നുമല്ല. അന്നാ മനു മരിച്ച ദിവസം വിശ്വ ജോസഫിനെ കാണാൻ വേണ്ടി പോയി. അന്നാ ഈ ജോസഫിന്റെ വേണ്ടപ്പെട്ട ഒരാൾ വിശ്വനെ കണ്ടു. അന്നറിയാതെ വിശ്വയ്ക്ക് കഴിയാതെ പറ്റി. അന്ന് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ അവൻക്ക് ഇപ്പോഴായി മനസ്സിലായി കുറ്റബോധം. ഈ അവസ്ഥയിൽ അവരുടെ അവനെ സങ്കടപ്പെടുത്തുന്നു. വിദ്യ 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 എനിക്കിപ്പോ എങ്ങനെയുണ്ട്? ചെറിയ തലകർക്കുന്നുണ്ട്. എനിക്ക് കാര്യം പറയണം. ഞാനൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല. അവരുടെ നിർബന്ധ പ്രകാരം എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. പക്ഷേ ശരിയാണ്. വിദ്യ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? പക്ഷേ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് നിന്നെ മനസ്സിലാവും. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. വിദ്യ, നിന്റെ കൂടെ എനിക്ക് പിരിക്കാൻ പറ്റില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് നിങ്ങൾക്കും പ്രശ്നമാണ്. പിന്നെ എന്റെ വീട്ടുകാർക്ക് ഇപ്പൊ എന്നെ ആവശ്യമാണ്. നീ ഹെൽത്ത് നോക്ക്, സേഫ് ആയിട്ടിരിക്കും. ശരി എന്നാ നീ സൂക്ഷിച്ചു പോട്ടാ. പക്ഷേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പാലക്കാട്ടിന് എറണാകുളം വരെ. ഷൊർണ്ണ കാരണം സൂക്ഷിച്ചു പോട്ടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കും. ബാഗെല്ലാം സാധനങ്ങളും ഉണ്ട് യൂസ്. ഓക്കെ, സൂക്ഷിച്ചു പോട്ടാ. സൂക്ഷിച്ചു പോ. പക്ഷേ നിനക്ക് വേണ്ട, ഒറ്റയ്ക്ക് വേണ്ട. ഞാൻ കൊണ്ടുവിടാം. അവിടെ സേഫ് ആയിക്കോളാം. എന്തെങ്കിലും പ്രശ്നമായ അടിയിലേക്ക് ഞാൻ കൊണ്ടുവിടാം. വെയിറ്റ് ചെയ്തോ. ഏട്ടാ, അവൾ അവിടെ കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അവളോട് സംസാരിച്ചു നോക്കി.
അവളുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്. ഏട്ടൻ അവളെ സേഫായി നോക്കണം. പക്ഷേ ഇനി അവൾക്കൊന്നും സംഭവിക്കില്ല. ഇതിനൊരു അന്ത്യം കണ്ടിട്ടേ ഇനി ഞാൻ പിന്മാറും. വിദ്യേ, വിദ്യ, ഹലോ വിശ്വ, നീ എവിടെയാടാ? ആ, വിദ്യ എവിടെ? വീട്ടിലോ? ഇവിടെ ഇല്ലല്ലോ, ഒന്ന് വേഗം പാടാ. ആടാ. ഹലോ. ഹേ സിദ്ധു, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? കൂൾ സിദ്ധു, വിദ്യ എൻ്റെ കയ്യിൽ സേഫായിരിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ മുഖ്യമായിട്ട് ഒരു പഴയ കണക്ക് തീർക്കാനുണ്ടായിരുന്നു. നിനക്ക് ആ സംഭവവും സ്ഥലവും ഇപ്പോഴും മറന്നിട്ടില്ലെങ്കിൽ അങ്ങോട്ട് വാ. വിദ്യ എവിടെ? വിദ്യ ജോസഫ് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. നമ്മുടെ പഴയ പക തീർക്കാൻ വേണ്ടി വിദ്യനെ കാത്തിരിക്കുകയാണ്. പഴയ കൂടുതലുള്ള വലിച്ചിരിക്കുന്നു. പോകും. ജോസഫെ, നീ നിർത്തിക്കോ. കളിക്കണ്ട്. നീ കളിച്ച ഞാൻ കളി പഠിപ്പിക്കുന്നതായിരിക്കും. ജോസഫേ, ഇത് നമ്മൾ തമ്മിലുള്ള കണക്കാണ്. ഇതിലെന്റെ അനിയത്തെ നീ ഉൾപ്പെടുത്തരുത്. ഉൾപ്പെടുത്തിയാ നീ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കണത് ഞാനേ. ഇവിടുന്ന് പറഞ്ഞ കാര്യമില്ല. ജോസഫേ, നിന്റെ ജീവിതമോ നശിച്ചു, മനുവിന്റെ ജീവിതവും നശിച്ചു. നീ ആരിനെ നശിപ്പിക്കാൻ? ലഹരിയേക്കാൾ വിലപിടിപ്പുള്ള മറ്റു പലതുമുണ്ട് ഈ ലോകത്ത്. സ്നേഹം, സന്തോഷം, സൗഹൃദം. ഇപ്പോഴും ഒന്നും വൈകിട്ടില്ല.
മാറാൻ ശ്രമിക്കടാ ജോസഫേ. 3 വർഷം മുമ്പ് നമ്മൾ പിരിഞ്ഞപ്പോൾ അതിനുശേഷം നിന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നീ കാരണം ഏതൊക്കെ കുടുംബങ്ങളെ നശിച്ചു ബാധിക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നു. ലഹരിയൊന്നും അല്ലടാ ഈ ലോകത്ത് വലുത്. സ്നേഹബന്ധം, ഒത്തൊരുമ, ഐക്യം. ഇപ്പോഴും സമയമൊന്നും വൈകിട്ടില്ല. ജീവിക്കാൻ നോക്കറ, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കറ. ജോസഫേ, നീ ഇനി എൻ്റെ വഴിക്ക് വന്നാ നിന്റെ വിധികർത്താവ് ഞാനായിരിക്കും.